സൂസൻ ഷിയറും ലിൻഡ ഗ്രിഗറിയും എന്ന രണ്ട് സഹോദരിമാർ ചേർന്ന് ഒരു വീട് വാങ്ങി. അവർ ആ വീട്ടിൽ താമസിക്കാൻ വന്നപ്പോൾ ആ വീടിന്റെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് ആ വീട് വളരെ മനോഹരമാക്കി മാറ്റി. എന്നാൽ ആ വീട്ടിൽ അവരെ കാത്ത് ഒരാൾ കൂടി ഉണ്ടായിരുന്നു. സുന്ദരിയായ ഒരു കൊച്ചു പെൺകുട്ടിയുടെ പ്രേതം. ആരെയും ശല്യം ചെയ്യാതെ ആ വീട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന ഒരു പാവം പെൺകുട്ടി. വരൂ, നമുക്ക് തുടങ്ങാം ഇന്നത്തെ കഥ. The terrifying story of a little girl. സൂസനും ലിൻഡയും വീട് നന്നാക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് എന്തോ വിചിത്രമായി തങ്ങളുടെ ചുറ്റിനും നടക്കുന്നതായി തോന്നി. വീട്ടിലെ ഓരോ സാധനങ്ങൾ കാണാതെ പോവുക, അത് വേറെ എവിടെയെങ്കിലും കണ്ടെത്തുക, റേഡിയോ താനെ ഓൺ ആവുക, പിന്നെ ഓഫ് ആവുക, അങ്ങനെ പലതും. ഇടയ്ക്കിടയ്ക്ക് സ്റ്റെയറിന്റെ അടിയിൽ നിന്ന് കരച്ചിലും പിന്നെ അടക്കി പിടിച്ച ഞെരുക്കങ്ങളും കേൾക്കാറുണ്ടായിരുന്നു. വൈകിട്ടാകുമ്പോൾ വാതിലിൽ ആരോ ശക്തമായി മുട്ടുന്നത് കേൾക്കാം. എന്നാൽ ആരാണെന്ന് ചോദിച്ചാൽ മറുപടി കിട്ടില്ല. എന്നാൽ കതക് തുറന്നു നോക്കുമ്പോൾ തറയിൽ കുഞ്ഞു കാൽപ്പാടുകൾ പതിഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും. പുറത്ത് ആരെയും കാണുകയുമില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിചിത്രമായൊരു സംഭവം നടന്നു. അവർ ഡൈനിങ് റൂം വൃത്തിയാക്കുമ്പോൾ ഭിത്തിയിലെ ഒരു പാനൽ ചെറുതായെന്ന് മാറി. അപ്പോൾ അവർ അവിടെ ഒരു ചെറിയ റൂം കണ്ടു. ഇത് കണ്ട് സൂസൻ അകത്തേക്ക് കയറി. അവർക്ക് അവിടെ നിന്ന് ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കിട്ടി. ആ ഫോട്ടോ 8 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടേതായിരുന്നു. പഴയ കാലഘട്ടത്തിലെ സ്ത്രീകൾ ധരിക്കുന്ന പോലെയുള്ള വെള്ള ഗൗൺ ധരിച്ച ഒരു പെൺകുട്ടി. സൂസൻ ആ ഫോട്ടോ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് ബാക്കി ജോലി ചെയ്തു തീർക്കാൻ പോയി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന് ഫോട്ടോ തിരക്കിയപ്പോൾ അതവിടെ കാണാനില്ലായിരുന്നു. അതെവിടെ പോയെന്ന് പിന്നെ കണ്ടെത്താനും ആയില്ല. അന്ന് രാത്രി പിന്നെയും പതുപോലെ ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് തുറന്നു നോക്കിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. തറയിൽ നോക്കിയപ്പോൾ കുഞ്ഞു കാൽപ്പാടുകൾ കാണാമായിരുന്നു. കതകടച്ച് തിരിഞ്ഞു നടന്നപ്പോൾ സ്റ്റെയറിന്റെ അടിയിൽ വെള്ള ഗൗൺ ധരിച്ച ഒരു പെൺകുട്ടിയുടെ രൂപം മിന്നി മറഞ്ഞുപോയി. തുടർന്നുള്ള ദിവസങ്ങളിൽ പലരും ഈ പെൺകുട്ടിയെ കണ്ടതായി പറഞ്ഞു. ഒരിക്കൽ ഒരു സ്ത്രീ സൂസനെ കാണാൻ വന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ത്രീ ആ വീട്ടിൽ താമസിച്ചിരുന്നെന്ന് പറഞ്ഞു. സൂസൻ അവരെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ച് അവർ അകത്തു വന്നു. സൂസൻ അവർക്ക് കാപ്പി കുടിക്കാനായി നൽകി. അവർക്ക് ആ വീടിനെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരുന്നു. അവർ ആ കഥ പറയാൻ തുടങ്ങി. വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു കാലമായിരുന്നു അന്ന്. വീടിന്റെ ചെലവുകൾ നടത്തിക്കൊണ്ടു പോവുക കഠിനമായിരുന്നു. അങ്ങനെ ഈ വീടിന്റെ ഉടമസ്ഥർ ആ വീട്ടിലെ മുറികൾ വാടകയ്ക്ക് നൽകി. ആ വീടിന്റെ മുകളിലത്തെ മുറിയിൽ താമസിക്കാൻ വന്നത് അവിവാഹിതയായ ഒരു അമ്മയും അവരുടെ 8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുമായിരുന്നു. എന്നാൽ ജന്മന സ്വഭാവ വൈകല്യമുള്ള കുട്ടിയെ എപ്പോഴും മുറിയിൽ പൂട്ടിയിടുമായിരുന്നു. ഒരു ദിവസം വൈകിട്ട് ആരോ വന്ന് വാതിലിൽ മുട്ടി. വീടിന്റെ ഉടമസ്ഥർ അവിടെ ഇല്ലായിരുന്നു. ശബ്ദം കേട്ട് ആ സ്ത്രീ വന്ന് വാതിൽ തുറന്നു. പക്ഷെ അവർ മുകളിലത്തെ തന്റെ മുറിയുടെ വാതിൽ അടയ്ക്കാൻ മറന്നുപോയിരുന്നു. ആ കൊച്ചു പെൺകുട്ടി വാതിൽ തുറന്ന് പുറത്തിറങ്ങി. എന്നിട്ട് മുൻവാതിലിലൂടെ റോഡിലേക്ക് ഓടി. കുട്ടിയെ പിടിക്കുന്നതിന് മുൻപേ തന്നെ ആ വഴി വന്ന കാർ കുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നുപോയി. ആ നിമിഷം തന്നെ ആ പെൺകുട്ടി മരണപ്പെടുകയും ചെയ്തു. പെൺകുട്ടിയുടെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് അധികം താമസിയാതെ ആ വീട്ടിൽ വന്നവരെല്ലാം തന്നെ കുട്ടിയുടെ കരച്ചിലും ഞെരുക്കങ്ങൾ കേൾക്കാനും അവളുടെ പ്രേതരൂപത്തെ കാണാനും തുടങ്ങി. അവളുടെ ആത്മാവ് ഇന്ന് അവിടെയുണ്ടെന്ന് സൂസനും ലിൻഡയും വിശ്വസിക്കുന്നു. Thanks for watching. If you like my videos, please like and subscribe.